സോളാർ എനർജി എന്ന് പറയുന്നത് ഒരു റിന്യൂവബിൾ എനർജി സോഴ്സ് ആകുന്നു. അതുകൊണ്ട് ഈ ഒരു എനർജി ഈ അടുത്ത കാലത്തൊന്നും ഇല്ലാതാകില്ല. ഒരു മണിക്കൂറിനുള്ളിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തുന്ന സൗരോർജത്തിൻ്റെ അളവ് ഒരു വർഷം ഫുള്ളായി മനുഷ്യരാശിയുടെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കും. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സോളാർ തെർമൽ കളക്ടറുകൾ, അതുപോലെ ഫോട്ടോവോൾട്ടൈക് സോളാർ സെല്ലുകൾ എന്നിവയെക്കുറിച്ചാണ്. സോളാർ തെർമൽ കളക്ടറുകൾ സൂര്യനിൽ നിന്നുള്ള ചൂട് നേരിട്ട് ഉപയോഗിക്കുകയും വെള്ളം ചൂടാക്കുകയും ചെയ്യുന്നു. ഇത് ചൂടുള്ള ടാപ്പ് വെള്ളമായോ വീടിനെ ചൂടാക്കാനോ ഉപയോഗിക്കാം. സൂര്യപ്രകാശത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റാൻ സാധിക്കുന്ന സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് വെച്ചാണ് ഫോട്ടോവോൾട്ടൈക് സോളാർ സെല്ലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇവ രണ്ടിൻ്റെയും പ്രവർത്തനങ്ങൾ തികച്ചും വ്യത്യസ്തമാണെങ്കിലും സോളാർ തെർമൽ കളക്ടറുകളും ഫോട്ടോവോൾട്ടൈക് സോളാർ സെല്ലുകളും വലിയ ഡാർക്ക് പാനൽസ് ഉണ്ടാക്കേണ്ടി വരുന്നു. അത് അവയെ വേർതിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ആദ്യം നമുക്ക് സോളാർ തെർമൽ കളക്ടേഴ്സിനെ കുറിച്ച് പറയാം. സൂര്യൻ്റെ ചൂട് തട്ടിയ വെള്ളം ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ മാർഗത്തിൽ ഹോട്ട് വാട്ടർ ടാങ്കിനെ ചൂടാക്കുന്നു. ഈ ഹീറ്റ് എക്സ്ചേഞ്ചർ ഒരു വലിയ ഉപരിതല വിസ്തീർണമുള്ള ഒരു പൈപ്പ് സംവിധാനമാണ്. ഒരു പമ്പ് യൂസ് ചെയ്ത് ചൂടുവെള്ളം ടാങ്കിൽ നിന്ന് റേഡിയേറ്ററുകളിലേക്കോ അല്ലെങ്കിൽ വീട്ടിലെ തറയിലുള്ള പൈപ്പ് സംവിധാനത്തിലേക്കോ ചൂടാക്കുന്നതിന് വേണ്ടി നൽകുന്നു. ചില സന്ദർഭങ്ങളിൽ സൂര്യപ്രകാശം വേണ്ടത്ര രീതിയിൽ ഇല്ലെങ്കിൽ സോളാർ തെർമൽ കളക്ടറുകൾ ഊർജം നൽകില്ല. അപ്പോൾ ഈ ഒരു കാരണത്താൽ അഡീഷണലായിട്ട് ഒരു എക്സ്ട്രാ സംവിധാനം ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഒരു ഇലക്ട്രിക് ഹീറ്റർ ഘടിപ്പിച്ച് വെച്ചിരിക്കും. സോളാർ തെർമൽ കളക്ടറുകൾ ഒരു വലിയ പ്രതലവും ആൻറ്റി ഫ്രീസ് കലർന്ന വെള്ളം സ്പ്രെഡ് ചെയ്യിപ്പിക്കുന്ന ഒരു പമ്പുമുള്ള ഒരു പൈപ്പ് സിസ്റ്റം ഉണ്ടാക്കുന്നു. സോളാർ തെർമൽ കളക്ടറുകൾ വെളിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ആൻറ്റി ഫ്രീസ് അത്യാവശ്യമാണ്. കാരണം ശൈത്യകാലത്ത് അവയുടെ താപനില 0 ഡിഗ്രി സെൽഷ്യസിൽ താഴെ പോകാൻ ചാൻസ് ഉണ്ട്. ഇൻഡോർ വാട്ടർ ലൂപ്പുകളിൽ ആൻറ്റി ഫ്രീസ് ആവശ്യമില്ല. അതിനാൽ സൂര്യനാൽ ചൂടാക്കാൻ പ്രത്യേക അടച്ച വാട്ടർ ലൂപ്പ് ഉണ്ടായിരിക്കേണ്ടത് പ്രധാനമാണ്. സോളാർ തെർമൽ കളക്ടറുകൾ സാധാരണയായി കറുപ്പ് നിറമാണ്. അതിനാൽ അവ ചൂട് കൂടുതൽ കാര്യക്ഷമമായി ആഗിരണം ചെയ്യുകയും പ്രതിഫലിക്കാതിരിക്കുകയും ചെയ്യുന്നു. പൈപ്പ് സംവിധാനം സുതാര്യമായ ഗ്ലാസ് പ്രതലത്തിന് പിന്നിൽ സ്ഥാപിച്ചിരിക്കുന്നു. അത് പ്രകാശം കടന്നു പോകാൻ അനുവദിക്കുന്നു, പക്ഷേ ചൂടുവെള്ളം വേഗത്തിൽ തണുക്കുന്നത് തടയുകയും ചെയ്യുന്നു. കൂടാതെ പൈപ്പ് സിസ്റ്റത്തിന് അടിയിലായി സുതാര്യമല്ലാത്ത ഇൻസുലേറ്റിംഗ് മെറ്റീരിയലും സ്ഥാപിച്ചിരിക്കുന്നു. ഫോട്ടോവോൾട്ടൈക് സോളാർ പാനലുകൾ സൂര്യപ്രകാശത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. സോളാർ പാനലുകളിൽ നിന്നുള്ള ലോ വോൾട്ടേജ് ഡയറക്റ്റ് കറണ്ട് നമ്മുടെ വീടുകളിലെ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിന് ശരിയായ വോൾട്ടേജും ഫ്രീക്വൻസിയും ഉള്ള ആൾട്ടർനേറ്റിംഗ് കറണ്ടാക്കി മാറ്റാൻ നമുക്കൊരു ഇൻവെർട്ടർ അത്യാവശ്യമാണ്. ഫോട്ടോവോൾട്ടൈക് സോളാർ പാനലുകൾ ഊർജത്തിൻ്റെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു സ്രോതസ്സാണ്. എന്നാൽ ഒരു പോരായ്മയുണ്ട്. സൂര്യൻ പ്രകാശിക്കുമ്പോൾ മാത്രമേ അവ വൈദ്യുതി പ്രദാനം ചെയ്യുന്നുള്ളൂ എന്നതാണ്. ഈ പ്രശ്നം 2 തരത്തിൽ പരിഹരിക്കാവുന്നതാണ്. ഒന്ന്, സ്റ്റാൻഡ് ലോൺ സിസ്റ്റം. ഉൽപ്പാദിപ്പിക്കപ്പെട്ടതും എന്നാൽ ഉപയോഗിക്കാതെ അവശേഷിക്കുന്നതുമായ വൈദ്യുതോർജ്ജം ബാറ്ററികളിൽ സംഭരിക്കുന്നു. അത് സൂര്യൻ പ്രകാശിക്കാത്ത സമയത്ത് വൈദ്യുതി നൽകുന്നു. മറ്റൊരു സൊല്യൂഷൻ ഗ്രിഡ് ടൈഡ് സിസ്റ്റം ആകുന്നു. അത് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയെ വൈദ്യുത ഗ്രിഡിലേക്ക് തിരികെ നൽകുന്നു. ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജവും ഉപയോഗിക്കുന്ന ഊർജ്ജവും തമ്മിലുള്ള വ്യത്യാസത്തിന് മാത്രം അപ്പോൾ നമ്മൾ പണം നൽകിയാൽ മതി. സ്റ്റാൻഡ് അലോൺ സിസ്റ്റം കൂടുതൽ ചെലവേറിയതാണ്. എന്നാൽ ഇലക്ട്രിക്കൽ ഗ്രിഡ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നത് മൂല്യവത്തായ കാര്യമാണ്. അതുപോലെ ഗ്രിഡ് ടൈഡ് സിസ്റ്റമാണ് കൂടുതൽ പ്രായോഗികമായത്. അതുപോലെ ബാറ്ററി വില കുറയുന്നതോടെ 2 സംവിധാനങ്ങളുടെയും ഗുണങ്ങൾ സമന്വയിപ്പിക്കുന്ന ഹൈബ്രിഡ് സംവിധാനങ്ങളും കൂടുതൽ വ്യാപകമാണ്. ഓരോ സോളാർ പവർ സിസ്റ്റത്തിലും സോളാർ പാനലുകൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതധാരയ്ക്ക് വീട്ടു ഉപകരണങ്ങൾക്ക് അനുയോജ്യമായ ശരിയായ വോൾട്ടേജും പവറും ഉണ്ടെന്ന് ഇൻവെർട്ടർ ഉറപ്പാക്കുന്നു. കൂടാതെ ബാറ്ററികൾ പൂർണ്ണമായി ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും എന്നാൽ ഉപയോഗിക്കാത്തതുമായ വൈദ്യുതി ബാറ്ററികളിൽ സംഭരിക്കണോ അതോ ഇലക്ട്രിക്കൽ ഗ്രിഡിലേക്ക് തിരികെ നൽകണോ എന്ന് ആധുനിക ഇൻവെർട്ടറുകൾക്ക് തീരുമാനിക്കുന്നു. പവർ ബാക്ക് നൽകുമ്പോൾ ഇൻവെർട്ടർ ശരിയായ ഘട്ടത്തിൽ ഗ്രിഡിലേക്ക് ആൾട്ടർനേറ്റ് കറന്റ് തിരികെ നൽകുന്നത് വളരെ പ്രധാനമാണ്. ആധുനിക ഇൻവെർട്ടറുകൾ ഇത് വളരെ പെർഫെക്റ്റായി ചെയ്യുന്നു. അതുപോലെ സൂര്യൻ പ്രകാശിക്കാത്തപ്പോൾ ബാറ്ററികൾ എംടി ആകുന്നതിൻ്റെ തൽഫലമായി കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ബാറ്ററികളിൽ നിന്നോ ഇലക്ട്രിക്കൽ ഗ്രിഡിൽ നിന്നോ ഊർജം എടുക്കണമോ എന്ന് ഇൻവെർട്ടറിന് തീരുമാനിക്കാം.